ഇപ്പൊ സെക്സ് ആണെന്ന് തോന്നുന്ന കാര്യം എന്താണെന്ന് മാറ്റി പറയുന്നത്? താങ്കളുടെ പ്രശ്നം എന്താണ്? നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെ പറ്റി അപവാദം പറയണം. പിന്നെ ശ്വേതാ മേനോൻ കോട്ടസ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. പൊന്നു മാർട്ടിനെ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതായത് പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യും. ഇത് മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ ഒരടി ഇവിടെ കിടന്ന് കറങ്ങണ്ടായിരുന്നു. നീ ഇങ്ങനെ ചെന്ന് മേടിക്കുത്തി ഞാൻ കരുതിയില്ല. എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം? മാർട്ടിൻ, അത് ഈ സംസാരിക്കുമ്പോ എനിക്ക് വിക്ക് വരുന്നതുകൊണ്ട് ചെവിട് കേട്ടുടാതാ. മേനാച്ചേരി, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് 2 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ ഇത് കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. ഇതൊരു പുതിയ അസുഖം. ഹോട്ടസ്റ്റ് വീഡിയോ ഈ ശ്വേതാ മേനോന്റെ ഇത്തരത്തിലുള്ള താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? താങ്കൾ എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര കഷ്ടകാലം. മേനാച്ചേരി, രാജ്യത്ത് ബാൻഡായിട്ടുള്ള നമുക്കൊന്നും തുറന്നാൽ കിട്ടാത്ത സാധനം താങ്കൾക്ക് എങ്ങനെയാണ് തുറന്ന് അതിന് ലിങ്ക് മൊത്തം കോപ്പി ചെയ്ത് കോടതി കൊടുക്കാൻ പറ്റുന്നേ? ആദ്യം നിന്റെ ഈ ശബ്ദം ഒന്ന് കുറയ്ക്ക്. അതിനുശേഷം എന്താ ഞാൻ ചെയ്തോളാം.